ഇടക്കിടക്ക് തന്നെ വയറിളക്കേണ്ടി വരികയാണ് എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ നമ്മൾ ബന്ധപ്പെടാറുണ്ട്. മലബന്ധമുള്ള ആളുകളാണ് അങ്ങനെ ബന്ധപ്പെടുന്നത്. ഇടക്കിടക്ക് ലാക്സേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് വയറിളക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മലബന്ധം പരിപൂർണമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ലാക്സേറ്റീവ്സ് ഉപയോഗിക്കുന്നത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം തുടർച്ചയായിട്ട് ലാക്സേറ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കുടൽ അതിനോട് അടിമപ്പെടുന്ന ഒരവസ്ഥ വരും, ഡിപ്പെൻഡഡ് ആയി പോകും. പിന്നീട് നിങ്ങൾക്ക് ഈ ലാക്സേറ്റീവ്സ് ഉപയോഗിച്ചാലേ വയറ്റുന്ന് പോവുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നാച്ചുറലായി തന്നെ നമ്മുടെ കുടലിന്റെ സെൻസിറ്റിവിറ്റി കുറക്കുകയും കുടലിന്റെ മോട്ടിലിറ്റി, ചലനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്ന്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ആവർത്തിച്ച് നമ്മൾ പറയുന്ന കാര്യമാണ്. ഒരു 2 to 3 ലിറ്റർ വെള്ളം ഒരു ദിവസം നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരു അരമണിക്കൂറെങ്കിലും ബോഡി മൂവ്മെന്റ്സ് ഉണ്ടാകുക, എക്സസൈസ് ചെയ്യുക. നാലാമത്തത്, ഉറക്കം പ്രോപ്പർ ആക്കുക. 7 to 8 മണിക്കൂർ ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇങ്ങനെ നാച്ചുറലായി തന്നെ കുടലിന്റെ സെൻസിറ്റിവിറ്റി കുറക്കുകയും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പരിശീലിക്കുകയും ആവശ്യമായിട്ടുള്ള മാനേജ്മെന്റ് കൃത്യമായിട്ട് കുടലിന്റെ സെൻസിറ്റിവിറ്റി കുറക്കാനൊക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും മാനേജ്മെന്റും സ്വീകരിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും സേഫർ ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കുകയും